സത്യത്തിൽ ഓടി വരുന്ന വണ്ടി ഇച്ചിരി സ്പീഡിലുള്ള വണ്ടിയാണെങ്കിൽ എന്തെങ്കിലും വലത്തോട്ടോ ഇടത്തോട്ടോ വണ്ടി പാളും. പക്ഷേ ഇത് വണ്ടി നോർമൽ സ്പീഡിലായതുകൊണ്ട് യാത്രക്കാർക്കൊന്നും പറ്റിയില്ല. ഏതാണ്ട് 52 യാത്രക്കാർ അന്നേരം വണ്ടിയിലുണ്ട്. 52 പേരെ ജീവൻ രക്ഷിച്ച ഒരു ചേട്ടനാണ് കേട്ടോ. ബസ്സിൽ വെച്ച് കുഴഞ്ഞു വീണപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ചേട്ടൻ യഥാസമയം വണ്ടി നിർത്തി നിരവധി യാത്രക്കാരുടെ ജീവനാണ് ഈ ചേട്ടൻ രക്ഷിച്ചത്. കുഴഞ്ഞു വീണ ഈ ചേട്ടന് ആ CPR കൊടുത്ത ദമ്പതികൾ ദൈവത്തിന്റെ രൂപത്തിൽ വന്നവരാണ്. അതും പിന്നെ വണ്ടി ഓട്ടത്തിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടോണ്ടാണ് ഞാൻ അറിഞ്ഞത്, അല്ലേ അറിയത്തില്ല. ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയോ ആദ്യമേ ചോദിക്കുന്നുണ്ട്. ഞാൻ ആർക്കൊന്നും പറ്റിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. ചേട്ടാ ആരോഗ്യവാനെ ഇരിക്കുന്നതാണെന്ന് തന്നെ സന്തോഷം. എനിക്കൊരു നന്ദി പറയണമായിരുന്നു. ദൈവത്തിനെ പോലെ വന്ന അന്നേരം ഒരു ആളാണ്. അതുകൊണ്ട് വളരെ വളരെ ഉപകാരം. ഞാനിപ്പോൾ ഉള്ളത് പത്തനാപുരത്താണ് കേട്ടോ. ഇത് നമ്മുടെ പത്തനംതിട്ട പുനലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന വേണാട് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമാണ്. പത്തനംതിട്ടയിൽ നിന്ന് പുനലൂരിലേക്കുള്ള യാത്രയിൽ പത്തനാപുരം ഇടത്തറയ്ക്ക് സമീപം വെച്ച് ചേട്ടൻ കുഴഞ്ഞു വീഴുവായിരുന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ചേട്ടന് ബോധക്ഷയം സംഭവിച്ചു. ചേട്ടൻ ആ കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തിയില്ലേ. അത് എന്തോ ചേട്ടന് ഓർമ്മയില്ല. ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ദമ്പതികൾ വന്ന് ചേട്ടന് CPR കൊടുത്തു. ആ CPRന്റെ ബലമാണ് ചേട്ടൻ നിൽക്കുന്നത്. ആരായാലും ഒരുപാട് നന്ദിയുണ്ട്. ഒരു ജീവനാണ് രക്ഷിച്ചത്. എന്തായാലും ആ ദമ്പതികൾക്കും ചേട്ടനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച ബൊലോറോ ഓടിച്ച ആ ചെറുപ്പക്കാരനോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഈ ബ്രേക്കൊക്കെ ഇത്രയും സമയം കൊണ്ട് ഇട്ടു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഞാനല്ലത് ദൈവമായിരിക്കാം അത് അന്നേരം അവിടെ എന്റെ കൈ എത്തിച്ചു. ഒരു ജീവൻ രക്ഷിക്കാൻ മനസ്സ് കാണിച്ച ആ ദമ്പതികൾ. ഈ ദമ്പതികൾ ആരാണെങ്കിലും ആണെങ്കിൽ വാർത്ത കാണുന്ന ഒരു കമന്റ് ഇട്ടേക്കണം. ഞങ്ങളെങ്കിലും ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കും.